ഹലോ ഗായ്സ്, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് NMMS സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പ് 9th തൊട്ട് 12th വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് എയ്ഡഡോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയോ ആയിട്ടുള്ള സ്കൂളുകളിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ വീട്ടിലത്തെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷത്തിൽ കുറഞ്ഞതായിരിക്കണം. പിന്നെ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു ഇയറിൽ 12,000 രൂപയാണ്. എന്ന് വെച്ചാൽ ഓരോ മാസം 1000 രൂപ ഇതാണ് കുട്ടിക്ക് കിട്ടുക. ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാം പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിന് അപ്പിയർ ചെയ്യാനോ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാനോ നമ്മളൊരു ഫീ അടക്കേണ്ടതായിട്ടില്ല. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31. പിന്നെ NMMSന് എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പല സ്റ്റേറ്റുകളിലും പല ടൈമിലാണ് ഉണ്ടാവുക. ഇനി ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ചാണ്. 7 എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആണുള്ളത്. 7 ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പറയുന്നത് ക്ലാസ് 8 നിന്ന് 9ലേക്ക് ജയിച്ച കുട്ടിയായിരിക്കണം. പിന്നെ 10ലെയോ 12ലെയോ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്കോ 11ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിലേക്കോ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരായിരിക്കണം. ഇനി പറഞ്ഞത് 10ാം ക്ലാസ്സിലത്തെ കുട്ടിയുടെ കാര്യത്തിൽ കുട്ടി മിനിമം 60% മാർക്ക് സെക്യൂർ ചെയ്യണം. പക്ഷേ SC/ST സ്റ്റുഡൻസിന് 5% കിഴിവുണ്ട്. എന്ന് വെച്ചാൽ അവർ 55% മാർക്കേ സെക്യൂർ ചെയ്യേണ്ടത് ഉള്ളൂ. പിന്നെ ഇവരുടെ ആനുവൽ ഇൻകം 3.5 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അപ്ലിക്കൻ്റ് സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളായിട്ടുള്ള വേറെയും കുറേ സ്കോളർഷിപ്പുകളുണ്ട്, അതിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ സ്കോളർഷിപ്പ് നോട്ട് അപ്ലിക്കബിൾ ഫോർ സ്റ്റഡീസ് അബ്രോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് പഠിക്കുന്നവർക്കും പിന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലെവൽ കോഴ്സ് ചെയ്യുന്നവർക്കും ഈ സ്കോളർഷിപ്പ് അപ്ലിക്കബിൾ അല്ല. പിന്നെ സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ കേന്ദ്രീയ വിദ്യാലയ ആൻഡ് ജവഹർ നവോദയ വിദ്യാലയ ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് സ്കീം. എന്ന് വെച്ചാൽ കേന്ദ്രീയ വിദ്യാലയയിലോ ജവഹർ നവോദയ വിദ്യാലയയിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു എക്സാം ഉണ്ടെന്ന്. ഒരു കുട്ടിക്ക് ഈ സ്കോളർഷിപ്പിന് സെലക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാം ഉണ്ട്. ആ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് 2 സെക്ഷൻസ് ഉണ്ട്, അതിൽ പാസ്സാവണം. അപ്പോൾ ഒന്നാമത്തേതാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. 2 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമതാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് MAT, രണ്ടാമത്തെ സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് SAT. അപ്പോൾ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് MATനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് മെയിനായിട്ടും കുട്ടികളുടെ റീസണിങ് എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഒക്കെ എത്ര ഉണ്ടെന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അനലോഗി, ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ സീരീസ്, പാറ്റേൺ പെർസെപ്ഷൻ ആൻഡ് ഹിഡൻ ഫിഗേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അനലോഗിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, ക്ലാസിഫിക്കേഷനിൽ നിന്ന് വരും, ന്യൂമറിക്കൽ സീരീസിൽ നിന്ന് വരും, പാറ്റേൺ പെർസെപ്ഷനിൽ നിന്ന് വരും, പിന്നെ ഹിഡൻ ഫിഗേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് SAT. ഈ സെക്ഷനിലും 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ സബ്ജക്റ്റ് എന്നത് ആ എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഫിസിക്സ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് എന്നിവയിൽ നിന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് കട്ട് ഓഫിൻ്റെ കാര്യമാണ്. NMMS കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MATയിൽ ജനറൽ കാറ്റഗറിക്ക് 40%, SC/ST PH എന്ന് വെച്ചാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് വെച്ചാൽ റിസർവ്ഡ് കാറ്റഗറിക്ക് 32%. പിന്നെ SATയിലും ജനറൽ കാറ്റഗറിക്ക് 40%, റിസർവ്ഡ് കാറ്റഗറിക്ക് 32%. ഈ NMMSന്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ SCERT ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അത് വിസിറ്റ് ചെയ്യുക. അത് റിസൾട്ട് അല്ലെങ്കിൽ NMMS റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു PDF വരും, അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നെയിം അതിലുണ്ടോ എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ കേരള സ്റ്റുഡൻസിന് SCERT വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളയിലുള്ള SCERT വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് NMMS ആപ്ലിക്കേഷൻ്റെ മുമ്പ് OTR ജനറേറ്റ് ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് OTR ജനറേറ്റ് ചെയ്താൽ നമുക്ക് NMMSൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ
ഇത് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഈ ലിങ്കിൽ കയറിയാൽ കിട്ടും. പിന്നെ പറയുന്നത് ഈ സ്കോളർഷിപ്പിന് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ആണ്. വെച്ചാൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. ആദ്യം നമ്മുടെ കയ്യിൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാകണം. റീസെന്റ് ആയിട്ടുള്ള എന്നുവെച്ചാൽ ഈ അടുത്തായിട്ട് എടുത്ത ഒരു രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ 3.5 ലക്ഷത്തിൽ ഇൻകം കഴിയാത്ത ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. എന്നുവെച്ചാൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഈ കാസ്റ്റും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഇഫ് അപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ അവരത് വെച്ച് റിസർവ്ഡ് കാറ്റഗറിയിൽ കയറുന്നുണ്ടെങ്കിൽ, റിസർവ്ഡ് കാറ്റഗറി ആയി അവർക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണം. പിന്നെ തൊട്ട് മുമ്പത്തെ അക്കാഡമിക് ഇയർത്തെ മാർക്ക് ഷീറ്റാണ് പിന്നെ വേണ്ടത്. അപ്പോൾ 7ാം ക്ലാസ്സിലെയോ 8ാം ക്ലാസ്സിലെയോ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ താമസിക്കുന്നത് എവിടെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡോ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെന്റോ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണം. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡും വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.